കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് ജോൺ ചാപ്റ്റർ 14 വേഴ്സസ് 1 to 7. Where is Jesus? യേശു എവിടെയാണ്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളുടെ മധ്യേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവേ, നീ എവിടെയാണ്? ജെറമി മക്കീൻ ഇപ്രകാരം രേഖപ്പെടുത്തിയത് വായിക്കുവാനിടയായി. ജീസസ് ഈസ് അറ്റ് ദ വെഡിങ് ആൻഡ് അറ്റ് ദി ഫ്യൂണറൽ. Jesus is there in our good days and in our bad days, because He is the God of Good Friday and the God of Easter Sunday. He is God in the midst of our laughter and in the midst of our tears. He is God when the market is up and God when the market is down. He is God in the light and God in the dark. Where is God? God is with us. He is in both places. He is in all places. ദൈവം എവിടെയാണ് എന്ന് ചോദിക്കുന്ന വിശ്വാസിയുടെ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമാണ് ജെറമി മക്കീൻ ഇവിടെ പറയുന്നത്. അവൻ വിവാഹത്തിലും ശവസംസ്കാര ശുശ്രൂഷയിലും സന്നിഹിതനാണ്. നമ്മുടെ നല്ല ദിവസങ്ങളിലും നമ്മുടെ മോശം ദിവസങ്ങളിലും അവൻ നമ്മോട് കൂടെയുണ്ട്. ദുഃഖ വെള്ളിയാഴ്ചയിലും ഈസ്റ്റർ സൺഡേയിലും അവൻ നമ്മോടൊപ്പമുണ്ട്. നമ്മൾ ഉയർന്നിരിക്കുമ്പോഴും നമ്മൾ താഴ്ചയിലായിരിക്കുമ്പോഴും യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എല്ലാം ഉയർന്ന നിലവാരത്തിൽ തുടരുമ്പോഴും എല്ലാം തകർന്ന തരിപ്പണമാകുമ്പോഴും യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ ഇടങ്ങളിലും അവിടുന്ന് നമ്മോടൊപ്പം സന്നിഹിതനാണ്. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം, അവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം, Do not let your hearts be troubled. Believe in God and believe also in me. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ്? എന്താണ് ഇവിടുത്തെ സാഹചര്യം? ജീസസ് ഈസ് ഓൺ ദ ഈവ് ഓഫ് ഹിസ് ഡെത്ത് and is standing in the very shadow of Calvary. Yet he takes the time to encourage his disciples. Let not your heart be troubled. യേശു കർത്താവ് തൻ്റെ കുരിശിൻ്റെ തൊട്ട് അരികിലെത്തിയിരിക്കുന്ന സന്ദർഭം, ഈ ഭൂമിയിലെ തൻ്റെ ജീവിതം അവസാനിക്കാനായിട്ട് പോവുകയാണ്. കുരിശിൻ്റെ നിഴലിൽ, കാൽവറിയുടെ നിഴലിൽ കർത്താവ് നിൽക്കുന്ന, മരണത്തിൻ്റെ ഗന്ധം നാസാരന്ധ്രങ്ങളിൽ അടിക്കുന്ന ഒരു സന്ദർഭം. എന്നിട്ടും തൻ്റെ ശിഷ്യരെ ഉറപ്പിച്ചു നിർത്തുവാൻ, ധൈര്യപ്പെടുത്തുവാൻ അവിടുന്ന് ശ്രമിക്കുന്നു. അവൻ അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ശരിക്കും ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങിയിരുന്നോ? തീർച്ചയായും കലങ്ങിയിരുന്നു. അതിന് മതിയായ കാരണങ്ങളുമുണ്ട്. 13-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ കാരണങ്ങൾ നമുക്ക് മനസ്സിലാകും. Simon Peter will deny Jesus
3 times before the morning comes. One among them is going to betray Jesus into the hands of the enemy. Yes, their hearts are very heavy with sorrow and burdened with grief and questions. കഴിഞ്ഞ 3 വർഷത്തിലധികമായി കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കുവാൻ ഇനിയും അധികം മണിക്കൂറുകൾ ബാക്കിയില്ല. ഇതറിയുന്ന ശിഷ്യന്മാരുടെ ഹൃദയം വല്ലാതെ ഉലഞ്ഞ് കലങ്ങി ഇരിക്കും. But even in the hour of his greatest trial, Jesus still loved his disciples and reached out to them to comfort them and encourage them. എന്നാൽ ഈ വലിയ ഗുരുതരമായ തെറ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന ശിഷ്യന്മാരെ, ചതിവ് ചെയ്യാൻ ഒരുങ്ങുന്ന ശിഷ്യൻ ഉൾപ്പെടുന്ന സമൂഹത്തെ അവസാനത്തോളം അവൻ സ്നേഹിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. He loved them unto the last. 2 ചിന്തകൾ ഈ വേദഭാഗത്ത് നിന്ന് ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി പറയുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. 1, we should have a heart untroubled. അസ്വസ്ഥമാകാത്ത, ആകുലമാകാത്ത ഒരു ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 27-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. 13-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. Jesus mentions he is troubled in spirit not only because of what awaited him at the cross, but because one of his own was about to betray him. തനിക്ക് ലഭിക്കാൻ പോകുന്ന കുരിശുമരണത്തെ ഓർത്തിട്ട് മാത്രമല്ല ക്രിസ്തുവിൻ്റെ ഉള്ളം കലങ്ങിയത്. തൻ്റെ സ്വന്തം എന്ന് കരുതുന്നവരിൽ ഒരുവൻ തന്നെ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ക്രിസ്തുവിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. 13-ാം അധ്യായം 33-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞൊന്നു മാത്രം നിങ്ങളോട് കൂടെയിരിക്കും. നിങ്ങൾ അന്വേഷിക്കും, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. Where I am going, you cannot come. Simon Peter said to Jesus, Lord, where are you going? Jesus answered, where I am going, you cannot follow me now, but you will follow me afterward. കർത്താവ് പറയുകയാണ്, ഞാനിനി അധികം നേരം നിങ്ങളോട് കൂടെയില്ല. അത് കേൾക്കുന്ന ശീമോൻ പത്രോസ് പറയുന്നു, കർത്താവേ, നീ എവിടെയാണ് പോകുന്നത്? കർത്താവ് പറഞ്ഞു, ഞാൻ ഈ പോകുന്ന ഇടത്ത് ഇപ്പോൾ നിനക്ക് വരുവാൻ സാധിക്കുകയില്ല, എന്നാൽ നീ പിന്നീട് അവിടെ വരും. Peter learns 2 things that trouble him here. He cannot follow where Jesus is going. Second, a trial is coming which will cause him to deny Jesus 3 times. കർത്താവ് പോകുന്നയിടത്ത് പോകുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുന്ന പത്രോസ്, താൻ തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുമെന്നറിയുന്ന പത്രോസ് ഇവിടെ വല്ലാതെ ഭാരപ്പെട്ട് കലങ്ങുകയാണ്. പത്രോസ് മാത്രമല്ല, മറ്റ് ശിഷ്യന്മാരും അമിത ഭീതിയിലായ സന്ദർഭമാണിത്. അതിനുള്ള കാരണങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. സകലതും വിട്ട് തങ്ങൾ അനുഗമിച്ചതായിട്ടുള്ള ക്രിസ്തു, എന്നെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞ് തങ്ങളെ വിളിച്ചിറക്കിയ ക്രിസ്തു, അവനിതാ
ഞങ്ങളെ വിട്ട് പോകുവാൻ പോകുന്നു. തങ്ങളിൽ ഒരുവൻ ആയ പത്രോസ് തങ്ങളുടെ ഗുരുവിനെ ഇതാ ഒറ്റിക്കൊടുക്കാൻ പോകുന്നു. ആകെപ്പാടെ ഭീതിയിലും സംശയത്തിലുമായ ശിഷ്യഗണം. But see Jesus' next words in John 14:1. Let not your hearts be troubled. Even though Jesus is deeply troubled about what is before him in his betrayal and cross, he encourages and comforts his disciples. തന്നെ മുൻപിലുള്ള ദുഃഖം എത്ര കഠിനമാണെങ്കിലും, തൻ്റെ മുൻപിലുള്ള കുരിശ് എത്ര ഭാരമേറിയതാണെങ്കിലും, ഭാരപ്പെടുന്ന ശിഷ്യരെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുന്ന ക്രിസ്തുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. There is room enough in his large heart for the sorrows of his disciples as well as his own. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ വലിപ്പം അത്രയ്ക്കാണ്. തൻ്റെ ദുഃഖങ്ങൾ മാത്രമല്ല, തന്നെ അനുഗമിക്കുന്നവരുടെ ദുഃഖങ്ങളും ചേർത്തു വയ്ക്കുവാൻ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് വലിപ്പമുണ്ടെന്നറിയുന്നത് ഈ ആകുലതയുടെ നാളുകളിൽ നമുക്കെത്ര ആശ്വാസമാണ്. Jesus has deeper grief than we do, and yet he knows our griefs. He is the man of sorrow, and yet he feels our sorrows, takes them into himself. Even in the midst of his greatest agony, he sets his heart to alleviate the pain and warmly comfort his disciples' hearts. He comforts the disciples who will soon abandon him in the darkest hour of his deepest and sorrows. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ മണിക്കൂറുകളിൽ തന്നെ ഉപേക്ഷിച്ച് പോകുമെന്നുറപ്പുള്ള ശിഷ്യരുടെ ദുഃഖങ്ങളെ അകറ്റി അവർക്ക് ആശ്വാസം നൽകുവാൻ മനസ്സുവയ്ക്കുന്ന കർത്താവിനെയാണ് വിശുദ്ധ യോഹന്നാൻ ഇവിടെ നമുക്ക് കാട്ടിത്തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുഃഖങ്ങൾ വല്ലാതെ കൂടിയിരിക്കുന്ന നാളുകളാണല്ലോ ഇത്. നമ്മളുടെ ഉള്ളങ്ങൾ വല്ലാതെ കലങ്ങിയിരിക്കുന്ന നാളുകളാണല്ലോ ഇത്. നാം ആരോട് സംസാരിച്ചാലും അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും കേട്ട് നമ്മൾ വല്ലാതെ പ്രതിസന്ധിയിലാകുന്ന നാളുകളാണല്ലോ ഇത്. മറ്റൊരാളുടെ ദുഃഖം കേൾക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ തന്നെ ദുഃഖം കൊണ്ട് ഹൃദയങ്ങൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഈ നാളുകൾ. എവിടെയാണ് നമുക്ക് ഒരാശ്വാസം? ആർക്കാണ് നമ്മെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കുന്നത്? ആശ്വാസമില്ലാതെ വല്ലാതെ ഉലയുന്ന ഒരു ലോകം. ആരോട് സങ്കടം പറയേണ്ടു എന്ന് അറിയാതെ കുഴങ്ങുന്ന വിശ്വാസ സമൂഹം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് തൻ്റെ ദുഃഖങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ആ ദുഃഖങ്ങളോട് ചേർത്ത് നാം ഓരോരുത്തരുടെയും തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ദുഃഖങ്ങളെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വലിപ്പമുള്ള ഒരു ഹൃദയമാണ് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം. നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ വളരെ ചെറുതാണ്. നമ്മുടെ തന്നെ ദുഃഖങ്ങൾക്കിടമില്ലാതെ വണ്ണം നമ്മുടെ ഹൃദയങ്ങൾ ചുരുങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ദുഃഖങ്ങൾക്ക് തൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ടെന്നാണ് കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത്.
എത്ര ആശ്വാസകരമായ ഒരു ഉറപ്പാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ഒരിക്കൽ പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് നമുക്ക് ആരോടും ദുഃഖം പറയുവാൻ കഴിയാതെ വണ്ണം, അല്ലെങ്കിൽ വേറൊരാളുടെ ദുഃഖത്തെ സ്വീകരിക്കാൻ ഇടയില്ലാതെ വണ്ണം നമ്മുടെ ഹൃദയങ്ങൾ നിറഞ്ഞ് കവിയുന്ന ഈ നാളുകളിൽ നമ്മുടെ ദുഃഖങ്ങൾ ചേർത്തു വയ്ക്കുവാൻ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ട് എന്നുള്ളത് നമുക്ക് ധൈര്യം തരുന്ന സംഗതിയാണ്. ഏലി വീസൽ എന്ന വളരെ പ്രഗത്ഭനായ എഴുത്തുകാരൻ തൻ്റെ നോബൽ സമ്മാനാർഹമായ ദ നൈറ്റ് എന്ന കഥയിൽ ഇപ്രകാരം ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിറ്റ്ലറിൻ്റെ നാസി പട്ടാളം ആളുകളെ ദാരുണമായി കൊന്നൊടുക്കുന്ന കാലഘട്ടം. അവിടെ അതാ വലിയ ചൂണ്ടലിൽ കൊളുത്തി ആളുകളെ തൂക്കി കിടത്തി കൊല്ലുന്ന ഒരു പ്രത്യേക രീതി. ഒരു ദിവസം രാവിലെ നടന്ന ഒരു സംഭവത്തെ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്. 3 ജീവനുകൾ 3 വ്യത്യസ്ത ചൂണ്ടലുകളിലായി, ഹുക്കുകളിലായി തൂങ്ങിയാടുകയാണ്. അപ്പോൾ ശരീരത്തിന് ഭാരമുള്ളവർ വേഗം ഭാരം താഴോട്ട് വരുന്നത് മൂലം മരിക്കും, ഭാരക്കുറവുള്ളവർ വേഗത്തിൽ മരിക്കുകയും. ഇവിടെ ഇതാ ഈ 3 ചൂണ്ടലിൽ കൊളുത്തപ്പെട്ട ആളുകളിൽ ഒരാൾ ഒരു ബാലനാണ്, ഒരു ബോയിയാണ്. അവന് വലിയ ഭാരമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവൻ പെട്ടെന്ന് പോകുന്നില്ല. അവൻ ഈ ചൂണ്ടലിൽ തൂങ്ങിയാടുകയാണ്. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഒരാളിങ്ങനെ ഉറക്കെ ചോദിക്കുകയാണ്, വേർ ഈസ് ഗോഡ് നൗ, വേർ ഈസ് ഹീ? എവിടെയാണ് ദൈവം? ദൈവമെന്നൊന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് ഈ കുഞ്ഞിൻ്റെ ദൈന്യതയുടെ നടുവിൽ? അത് കേട്ടുകൊണ്ട് പുറകിൽ നിന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ തോളിൽ തട്ടിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ഹിയർ ഹി ഈസ് ഹാങ്ങിങ് ഹിയർ ഓൺ ദിസ് ഗാലോസ്. അതെ, ആ ദൈവമാണ് ആ ചൂണ്ടലിൽ തൂങ്ങിയാടുന്ന കുഞ്ഞ്. God is hanging on the gallows. A God who suffers with those who suffer. A God who is grieving with those who grieve. ഇന്ന് ഈ കൊറോണ എന്ന മഹാമാരി മൂലം നാം എല്ലാവരും ഭീതിയിൽ മുങ്ങി ആടുന്ന ഒരു സന്ദർഭം. ഭീതി എന്ന ചൂണ്ടലിൽ തൂങ്ങിയാടുന്ന നമുക്ക് നമ്മോടൊപ്പം ചൂണ്ടലിൽ കൊളുത്തപ്പെട്ടവനാണ് ക്രിസ്തു എന്നറിയുന്നത് എത്ര ധൈര്യം തരുന്ന വസ്തുതയാണ്. Our God is a God who suffers with those who suffer. Our God is a God who is grieving in our griefs. ഈ ഒരു വലിയ ഉറപ്പ് ഈ നാളുകളിൽ പ്രാപിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. Let not your heart be troubled. I am with you till the end of the ages. Where is God in our suffering? Where is God in this pandemic? The answer is right by our side, even in the gallows, even in this pandemic. രണ്ടാമതായിട്ട് കർത്താവ് പറയുന്നത്, you should have a trusting faith. നിനക്ക് ആശ്രയബോധമുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കും. Believe in God and believe also in me. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്.
The direction Jesus points toward is belief, faith. Christians are to be realistic about our troubles and realistic about the power of our faith. This isn't mere positive thinking. It is faith. Faith in God and faith in Christ. Believe in God and believe in me. ഇത് ശിഷ്യന്മാർക്ക് വളരെ പരിചയമുള്ള ഒരു കാര്യമാണ്. യഹൂദന്മാർ അങ്ങനെയാണ് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത്. ട്രസ്റ്റ് ഇൻ ഗോഡ്. They have grown up knowing and believing in this God, the God of Israel, who is infinitely wise, infinitely powerful, and infinitely good to all. This they know, and this they already find great comfort in. But Jesus calls for more. എന്നാൽ യേശു ശിഷ്യന്മാരോട് പറയുന്നത്, ബിലീവ് ഓൾസോ ഇൻ മീ, എന്നിലും വിശ്വസിപ്പീൻ. It is one thing to trust in the God they have known and been taught about for ages. It is quite another to trust in God as He stands before them in the person of Christ. അവൻ പറയുന്നത് എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കേട്ട് കണ്ട് അറിഞ്ഞ ദൈവം മാത്രമല്ല, ഇതാ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന എന്നിലും വിശ്വസിപ്പീൻ. Jesus called them to trust Him. And by believing in Him, clinging to Him, trusting in Him, their troubled hearts will find rest. അവൻ പറയുകയാണ്, എന്നിൽ വിശ്വസിച്ചാൽ, എന്നോട് പറ്റി നിന്നാൽ, എന്നിൽ ആശ്രയിച്ചാൽ നിങ്ങളുടെ കലങ്ങിയ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഈ ബോധ്യത്തിൽ നിന്നാണ് സെയിന്റ് അഗസ്റ്റീൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്: ദൈവമേ, ഞങ്ങൾ നിനക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിന്നിൽ വിലയം പ്രാപിക്കും വരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമായിരിക്കും. Lord, you have made us for yourself. Our hearts are restless till they find a rest in you. My dear friends in Christ, our hearts are restless until they rest in God, because God has made us for Himself. കർത്താവ് പറയുക, എന്നിൽ വിശ്വസിക്കുന്നിടം വരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ചഞ്ചലം നിറഞ്ഞതായിരിക്കും. അചഞ്ചലമായൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കും. പ്രിയപ്പെട്ടവരെ, ഈ നാളുകൾ ഈ ട്രസ്റ്റിംഗ് ഫെയ്ത്ത്, അചഞ്ചലമായൊരു വിശ്വാസം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാലമാണ്. ചെറിയ വിശ്വാസം കൊണ്ടൊന്നും നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല. അചഞ്ചലമായ വിശ്വാസം തന്നെ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ആങ്ഷ്യസ് ഫോർ നത്തിങ് എന്ന തൻ്റെ പുസ്തകത്തിൽ മാക്സ് ലൂക്കാഡോ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഒരു വിമാനയാത്രയ്ക്കായിട്ട് കൊണ്ടുപോവുകയാണ്, അദ്ദേഹത്തിൻ്റെ ചെറിയ വിമാനത്തിൽ. എന്നാൽ വിമാനത്തിൽ കയറിയപ്പോൾ മുതൽ മാക്സ് ലൂക്കാഡോയ്ക്ക് ഒരു സമാധാനമില്ല. അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നു, വീണ്ടും ഇരിക്കുന്നു, ആകപ്പാടെ ഒരു വെപ്രാളം. അവസാനം സഹികെട്ട ഈ സ്നേഹിതൻ മാക്സ് ലൂക്കാഡോയോട് പറഞ്ഞു, "We won't face
anything that I can't handle, you might as well trust me to fly the plane. My God is sovereign. Then be anxious for nothing. ഈ സുഹൃത്ത് ലൂക്കാഡോയോട് പറഞ്ഞു, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതൊന്നും ഈ വിമാനയാത്രയിൽ സംഭവിക്കുകയില്ല. എൻ്റെ ദൈവം പരമാധികാരിയാണ്. അതുകൊണ്ട് യാതൊരു ആകുലത്തിനും കാരണമില്ല. താങ്കൾ ദയവായി അവിടെ ശാന്തമായി ഇരുന്നാലും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളും എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഉറങ്ങുവാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. സ്വസ്ഥതയില്ല. കർത്താവ് നമ്മോട് പറയുന്നു, മൈ ഡിയർ സൺ, മൈ ഡിയർ ഡോട്ടർ, we won't face anything that I can handle. You might as well trust me. I am the sovereign God. Then be anxious for nothing. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. അതുകൊണ്ട് ദയവായി നീ ശാന്തമായിരിക്കുക. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അതേ, കർത്താവ് പറയുന്നു, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ബിലീവ് ഇൻ മീ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നമുക്ക് നമ്മുടെ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഈ പാൻഡമിക്, ഈ മഹാവ്യാധിയെ നേരിടാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഈ വചനങ്ങളാൽ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.